ഹലോ, ഇന്ന് ഞാൻ വന്നത് ഒരു പാറ്റേണിൻ്റെ കട്ടിംഗ് ആയിട്ടാണ്. അതായത് നമ്മളെ ബെഡ് വരുന്നുണ്ടല്ലോ, ബേബി ബെഡിൻ്റെ കട്ടിംഗ് അല്ല, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതേപോലെ ഷേപ്പുള്ള ഇതുണ്ടല്ലോ, ഇതുപോലെ ഷേപ്പുള്ള ബെഡ്. ഇതിന് നമുക്ക് ആദ്യം ഇതുപോലെ ഒരു പാറ്റേൺ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ബെഡ് കട്ട് ചെയ്യുന്നതിലും കൂടുതൽ നന്നാവാം. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുക കണ്ടില്ലേ, ഈ ഒരു ഓവൻ ഉണ്ടല്ലോ, ഈ ഒരു ഓവന് പല ആൾക്കാരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് റെഡി ആവുന്നില്ല, സ്ക്വയർ പോലെ ആവുന്നുണ്ട്, ഈ ഒരു ഓവന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് ചെറിയൊരു കുഞ്ഞു ബെഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കുറേ മുന്നേ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നേരെ ഇത് ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ തെറ്റി പോകുന്നില്ല, നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഇതൊരു 17 ഇഞ്ച്, 17 അല്ല, ഒരു 18 ഇഞ്ച് വീതി എടുക്കാം നമുക്ക്. ഇതിലും കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂടുതൽ വീതി നിങ്ങൾക്ക് എടുക്കാം. ഞാൻ സാധാരണ 18 എടുക്കാറ്. ഇവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നമ്മൾ ഈ ഒരു കോർണർ, ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ ഇവിടെയാണ് നമുക്ക് ഷേപ്പ് വരേണ്ടത്. അപ്പോൾ അതിന് ഇത് 26 സെന്റിമീറ്റർ, നമ്മൾ സെന്റിമീറ്ററിൽ അടയാളപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. 26 സെന്റിമീറ്റർ. അതുപോലെ ഇവിടെയും 26 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു, എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരു 30 സെന്റിമീറ്റർ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഒരു 30 സെന്റിമീറ്റർ, അതുപോലെ ഈ ഭാഗത്തും 30 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി അതും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ഈ ഒരു കോർണറിന് ഈ ഒരു കോർണറിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇതറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു അളവ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു അളവ് സ്റ്റിച്ചിങ് ഒക്കെ നല്ല എയിമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് എങ്ങനെ റൗണ്ടിൽ വരക്കാം എന്നൊക്കെ അറിയാം. അത് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇവിടെ വരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് ഇവിടുന്ന് ഇവിടേക്ക് ഒരു 12 സെന്റിമീറ്റർ ഇവിടുന്ന്
ഇവിടേക്ക് ഒരു 12 സെന്റിമീറ്ററും ഇവിടുന്ന് ഇങ്ങോട്ടൊരു 12 സെന്റിമീറ്റർ, അതും സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു 12 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇങ്ങോട്ടും 12 സെന്റിമീറ്റർ. അത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഞാൻ അളവ് ഇടാം. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്തത് 26 സെന്റിമീറ്റർ ആണ് എടുത്തത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് 26 സെന്റിമീറ്റർ. ഇവിടം വരെ ഈ ഒരു ലൈന് നമ്മൾ എടുത്തത് 30 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഈ ഒരു ലൈൻ നമ്മൾ കൊടുത്തില്ലേ, ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് 30 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എടുത്തത് 12 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ടും 12. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും 12 സെന്റിമീറ്റർ. ഈ ലൈനും ഇതും ഇവിടുന്ന് ഇങ്ങോട്ട് 12 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടും 12 സെന്റിമീറ്റർ. ഈ ഒരു കള്ളി പോലെ ഇങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ ഈ ഒരു സംഭവം ഇല്ലേ, നമ്മൾ ഈ ഒരു കോണിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ലൈന്, അവിടെ നിന്ന് നമ്മളൊരു 6 സെന്റിമീറ്റർ കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ, ഇവിടുന്നും ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ കൊടുക്കുക. ഈ ഒരു ബോക്സ് വരുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഒരു ബോക്സ് കണ്ടില്ലേ, ഈ ബോക്സിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്ററും ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ. പിന്നെ ഇതിന്റെ സെന്ററിൽ നമ്മളൊരു ലൈൻ കാണുന്നില്ലേ, അത് നമ്മളൊരു 12. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ടും 6 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ട് 12 സെന്റിമീറ്റർ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് നമുക്കിങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ സർക്കിളായിട്ട് വെച്ചതാ ഇവിടെ എത്തിക്കണം. ഈ ഒരു ലൈനുമേൽ എത്തിക്കണം. ഇവിടെ ഈ ഒരു ലൈന് നമ്മളിതാ ഈ ഒരു പോയിന്റ് കൊടുത്തില്ലേ, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പുറം ഭാഗത്തെ അളവാണ്, സർക്കിളാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഉൾഭാഗത്തും കൊടുക്കണം. അതായത് ബേബി കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് ഉൾഭാഗത്തും കൊടുക്കണം. അതിന് ഈ ഒരു ഭാഗത്ത് ഇത് കാണുന്നില്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ലൈനിലേക്ക് നമുക്ക് ഈ ലൈനിലേക്കല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 7, 7 8 7.5 നിങ്ങൾക്ക് എത്രയാണോ ഇവിടെ വീതി വേണ്ടത് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഞാനൊരു 7 ആണ് കൊടുക്കുന്നത്. 7 അല്ല, നമുക്കൊരു 7 കൊടുക്കാം. ഞാൻ 7 കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ നമ്മൾ ഇനി അത് സർക്കിൾ ചെയ്തിട്ട് നമുക്ക് 7 ഈ ഒരു ഭാഗം വെച്ചിട്ട് 7 വീണ്ടും അതേപോലെ തന്നെ ഇതിവിടെ വെച്ചിട്ട് നമുക്ക് 7 ഫുള്ള് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ള് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫുള്ള് 7 അടയാളപ്പെടുത്തുക. ഈ ഭാഗത്ത് വരുമ്പോഴും നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോഴും ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മൾ 7 കൊടുക്കുക. ഇങ്ങനെ എന്നിട്ട് ഇതും നമുക്ക് ഒന്ന് വരച്ചെടുക്കാം.
ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇവിടെയാണ് നമ്മൾ ബേബി കിടക്കുന്ന ഒരു ഭാഗം വരുന്നത്. ഈ ഒരു ഭാഗം ഇവിടെ നമ്മൾ ഫോം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പുറമേ നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഇതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം. ഇതിപ്പോ നമ്മൾ ശരിക്കും ഇങ്ങനെ റൗണ്ട് ചെയ്തു, കണ്ടില്ലേ? ഈ ഒരു ഭാഗം ബെഡിന്റെ ഈ ഒരു ഭാഗം നമുക്ക് ഫുള്ള് നല്ല റൗണ്ടായിട്ട് കിട്ടിയില്ല. ഇങ്ങനെ നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സംഭവം നമ്മൾ നേരെ ക്ലോത്തിന്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം നല്ല സർക്കിള് നിങ്ങൾക്ക് കിട്ടും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ശരിയായിട്ടുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.